സ്നേഹമുള്ള കൂട്ടുകാരെ, നമ്മൾ എക്സാമിന് വേണ്ടിയുള്ള എപ്പിസോഡിൻ്റെ അവസാന എപ്പിസോഡിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. ഇത് എപ്പിസോഡുകളൊക്കെ നിങ്ങൾ കേട്ടെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഓൾറെഡി ഉണ്ട്, എടുത്ത് കേൾക്കുക. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിവുള്ള കാര്യങ്ങളായിരിക്കാം, അറിയില്ലെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ അറിയത്ത് കാണത്തില്ല, ഓരോ കാര്യങ്ങൾ അതൊക്കെയാണ് അറിയത്തില്ലാത്തതിൽ കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പം ഇന്നേ ദിവസം ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, നമ്മുടെ ആൻസർ, നമ്മൾ എഴുതുന്ന ഉത്തരത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം. എന്നെങ്കിലും കാണിച്ച് എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടത്തില്ല. നമുക്കറിയാം, ചിലപ്പോൾ നമുക്ക് തിയററ്റിക്കൽ ആൻസേഴ്സ് കാണും, അല്ലെ, തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ ഇപ്പോൾ എന്താണ് തിയററ്റിക്കൽ ആൻസേഴ്സ് നമ്മൾ എഴുതും. അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഒരു 7 മാർക്കിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എഴുതാനായിട്ട് നോക്കുക. നമ്മുടെ ടോപ്പിക്കിനെ ആ ഇൻട്രൊഡക്ഷനിലൊന്ന് സമ്മറൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ സൂപ്പർ, നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ സൂപ്പർ. അപ്പോൾ ആദ്യത്തെ കാര്യം ഒരു ഇൻട്രൊഡക്ഷനാണ് ആദ്യത്തെ ഫേസ്. രണ്ടാമത്തെ കാര്യം, നമ്മളിങ്ങനെ പാരഗ്രാഫായിട്ട് ഇങ്ങനെ സംഭാരം ഉണ്ടാക്കി വെക്കൽ, ഇങ്ങനെ വലുതായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അതിനെല്ലാം ചെറുതാക്കണം. എന്ത് ചെയ്യണം, നമ്മളെ ആൻസറുകളെല്ലാം ചെറുതാക്കി അതിന് ബുള്ളറ്റ് പോയിൻറ്റ്സും കീവേഡ്സും ഒക്കെ ആയിട്ട് നമ്മൾ എഴുതി കീവേഡ്സൊക്കെ അണ്ടർലൈൻ ചെയ്യാനായിട്ട് നമ്മൾ നോക്കണം. അപ്പോൾ ടീച്ചേഴ്സിനൊക്കെ ഈ പേപ്പർ നോക്കാനായിട്ടൊക്കെ വളരെ എളുപ്പമായിരിക്കും. അടുത്തൊരു കാര്യം എന്താണ്, നല്ല കൃത്യതയോടുള്ള എക്സാമ്പിൾസ് കൊടുക്കുക. പിന്നെ അവസാനം ഒരു ചെറിയൊരു കൺക്ലൂഷൻ. അതാണ് തിയററ്റിക്കൽ ആൻസർ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻട്രൊഡക്ഷൻ, നമ്മുടെ ആൻസറിനെ ഡിവൈഡ് ചെയ്ത് ബുള്ളറ്റ് പോയിന്റ്സും കീവേഡ്സും ഉപയോഗിക്കുക, ആവശ്യത്തിന് വേണ്ട ഉദാഹരണങ്ങൾ കൊടുക്കുക, അവസാനം ഒരു ചെറിയൊരു കൺക്ലൂഷൻ എഴുതുക. അതാണ് തിയററ്റിക്കൽ ആൻസേഴ്സ്. അടുത്തൊരു കാര്യങ്ങൾ, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണും, അല്ലേ, 4 മാർക്കിൻ്റെ 3.5 മാർക്കിൻ്റെ അങ്ങനെ രീതി. അതിനെന്ത് ചെയ്യണം, ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ എഴുതുക, 1-2 സെൻറ്റൻസ് ചെറിയൊരു ഇൻട്രഡക്ഷൻ. അതോടൊപ്പം തന്നെ നമ്മുടെ മെയിൻ പോയിന്റ്സിനെയൊക്കെ പാരഗ്രാഫ് മാറ്റാക്കി എഴുതാൻ നമുക്ക് ബുള്ളറ്റ് പോയിന്റ്സുകളായിട്ട് എഴുതുക. ചിലത് പാരഗ്രാഫിൽ എഴുതാനായിട്ട് പറയുവാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, പാരഗ്രാഫ് എഴുതാനായിട്ട് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കീവേഡ്സുകളൊക്കെ അണ്ടർലൈൻ ചെയ്യുക, അവസാനം ഒരു കൺക്ലൂഷൻ എഴുതുക. അതാണ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. അടുത്തതാണ് ന്യൂമറിക്കൽ ടൈപ്പ്. നമ്മൾ ആദ്യത്തെ ഒരു എപ്പിസോഡിൽ പറയുകയുണ്ടായി, മാത്തമാറ്റിക്കലായിട്ട് മാത്സിൻ്റെ കാര്യം ശ്രദ്ധിക്കുമ്പോൾ ഫോർമുല ഉണ്ടായിരിക്കണം, കാൽക്കുലേഷൻ സ്റ്റെപ്സ് ഉണ്ടായിരിക്കണം, അവസാനം ഫൈനൽ ആൻസർ. ഫൈനൽ ആൻസർ നമുക്ക് 100% ഉറപ്പാണ്, ഇത് റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. ഒരു ബോക്സിൽ നമ്മൾ അതാത് ബോർഡിന് അതാത് റൂൾസ് ഉണ്ട്, ആ റൂൾസ് കൃത്യമായിട്ട് നിങ്ങൾ പാലിച്ചേക്കണം. ചില ബോക്സ് ഇടാനായിട്ട് സമ്മതിച്ചില്ലെങ്കിൽ അണ്ടർലൈൻ ഏത് റൂളാണോ ആ റൂള് ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതാണ് ഭാഷകൾ, ലാംഗ്വേജ്. അതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കുറഞ്ഞു പോകുന്നത്. മാക്സിമം സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കും വരുത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. അടുത്തൊരു കാര്യം, നമുക്കറിയാം, നമുക്കൊരു പോയത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു. ആ പോയത്തിൽ വരുമ്പോൾ ആ പോയറ്റിനെ കുറിച്ച് ഒരു സെൻറ്റൻസോ അല്ലെങ്കിൽ 2 സെൻറ്റൻസോ ഒക്കെ എഴുതിയാലും നല്ലതാണ്. അപ്പോൾ ഇന്ന പോയത്തിൽ നിന്നാണ്, ഇന്ന പോയറ്റാണ് ഈ പോയറ്റത്തിൻ്റെ ആളെന്നൊക്കെ പറയുമ്പോൾ ടീച്ചേഴ്സിന് നമ്മുടെ കാര്യം നമ്മൾ പഠിച്ചു, നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ധാരണയുണ്ടെന്നുള്ളൊക്കെ ഒരു ഉറപ്പൊക്കെ ഉണ്ടാകാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമുക്കറിയാം ഏതൊക്കെ ചാപ്റ്ററുകളിൽ നിന്നാണ് വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക, അല്ലെങ്കിൽ ലോങ് ആൻസേഴ്സ് വരിക. ആ ഉള്ള ചാപ്റ്ററിലെ ഒരു കൊട്ടേഷൻസ് ഒക്കെ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ച് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അവസാനം നമ്മൾ അതിൻ്റെ കീവേഡ്സൊക്കെ ഉണ്ട്, എഴുതുമ്പോൾ കീവേഡ്സ് ഉണ്ടായിരിക്കണം, ബുള്ളറ്റ് പോയിന്റ്സ് ഉണ്ടായിരിക്കണം, അവസാനം ഒരു കൺക്ലൂഷൻ. ഇതാണ് നമ്മുടെ 3-4 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അറിയാം, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അത് നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു സെഷനിൽ പറയുകയുണ്ടായി, കീവേഡ്സുകൾ SQ3R മെത്തേഡൊക്കെ നമ്മൾ പഠിച്ചു വരും. അപ്പോൾ കീവേഡ്സുകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നൊരു 90% ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. സ്നേഹമുള്ള കൂട്ടുകാരെ, നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതുമ്പോൾ ഈ വക കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി യേശുനാമത്തിൽ നല്ല എക്സാം ദിനങ്ങളും നല്ല വിജയവും ആശംസിക്കുന്നു.